ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടും മെയിൻ വെടിക്കെട്ടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. കുഴികളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് കുഴികളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇത്. കുഴിമിന്നലിന്റെ ചെറിയ കുഴികളൊക്കെ വളരെ ഭംഗിയായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച 4-ാം തീയതി 7 മണിക്കാണ് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ. 6-ാം തീയതി തൃശ്ശൂർ പൂരത്തിന്റെ ഫൈനൽ വെടിക്കെട്ടും 7-ാം തീയതി തൃശ്ശൂർ പൂരത്തിന്റെ വൈകുന്നേരം വെടിക്കെട്ടും ഉണ്ടായിരിക്കുന്നതാണ്. പണികളെല്ലാം വളരെ മനോഹരമായിട്ട് നടക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം അടുക്കുമ്പോൾ ജനലക്ഷങ്ങളായിരിക്കും. സൂചി കുത്താൻ പോലും ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. അമ്പലത്തിന്റെ ഫ്രണ്ടിലെ ഗോപുരനടയാണ് ഇത്. വളരെ മനോഹരമായി ദീപാലങ്കാരമായി രാത്രി കാണപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിന് ശോഭയും ഈ കൽവിളക്കുകളിലെല്ലാം ദീപം കൊണ്ട് നിറഞ്ഞ് വടക്കുന്നാഥൻ ശോഭിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് തൃശ്ശൂർ പൂരത്തിനും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം. പന്തലിന്റെ പണികളൊക്കെ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷന്റെ ക്ലീനിങ് വിഭാഗം അവർ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഏർപ്പെടുത്തണം. കാരണം തൃശ്ശൂർ പൂരം കഴിയുമ്പോഴും തൃശ്ശൂരിന്റെ എല്ലാം വൃത്തിഹീനമായിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് വൃത്തിയാക്കുകയും നമുക്കൊരു ശുചിത്വം നൽകുന്നതും ഇവരാണ്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതാണ് പാറമേക്കാവ് സെക്ഷന്റെ വെടിക്കെട്ടിന്റെ വലിയ കുഴികൾ. സിഗ്നൽ കത്തി വലിയ കുഴിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന സെക്ഷനാണ്. ഇതാണ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വലുപ്പത്തിലുള്ള കുഴികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാറമേക്കാവിന്റെ ഫിനിഷിങ്ങോട് ലൈനിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. തൊട്ടടുത്ത് കാണാം ആ ടർപ്പായ മൂടിയിട്ടിരിക്കുന്നതാണ് പാറമേക്കാവിന്റെ പൂര ദിവസമുള്ള വെടിക്കെട്ടിനുള്ള ഫിനിഷിങ്. അത് മൂടിയിട്ടിരിക്കുകയാണ്. കാരണം പ്രത്യേകം സേഫ്റ്റിയുടെയും മഴ എങ്ങാനും ചാറിയാലോ എന്നൊരു വിചാരിച്ച് പ്രത്യേകം സേഫ്റ്റിക്ക് വേണ്ടി മൂടിയിട്ടിരിക്കുന്നതാണ്. ജില്ലാ കളക്ടറും ഭരണകൂട അധികാരികളൊക്കെ ഇപ്പോൾ തൃശ്ശൂരിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് പാറമേക്കാവിന്റെ ലൈൻ ട്രാക്ക് കുഴിമിന്നല്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വെടിക്കെട്ടും സാധാരണ വെടിക്കെട്ടൊക്കെ നടുക്കിക്കൂടെയാണ് വരുന്നത്. ഇത് ഈ പ്രാവശ്യം വെടിക്കെട്ടിന്റെ ഫിനിഷിംഗ് എല്ലാം അമ്പലത്തിനോട് ചേർന്നാണ്. അതായത് വടക്കേ ഗോപുരനാടും തെക്കേ ഗോപുരത്തോടും ചേർന്ന് അമ്പലം അതിനോട് ചേർന്നാണ് ഫിനിഷിംഗ്. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കാതിരിക്കാനും വേണ്ടി, യാതൊരു അപകടവും ഇല്ലാതിരിക്കാനും വേണ്ടിയും ഇത് സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റം നടക്കുന്ന സ്ഥലമാണ്. അങ്ങ് അകലെ നോക്കത്ത ദൂരത്ത് ജനസാഗരമായിരിക്കും തൃശ്ശൂർ പൂരത്തിന്റെ വടക്കുന്നാഥന്റെ മുമ്പിൽ. അങ്ങകലെ നമ്മുടെ തിരുവമ്പാടിയുടെ ഗജവീരന്മാർ 15 ഗജവീരന്മാർ നിൽക്കുന്ന മനോഹരമായ കുടമാറ്റ കാഴ്ചകളും നമുക്ക് തൃശ്ശൂർ പൂരത്തിന് കാണാൻ സാധിക്കും. ഈ വടക്കുന്നാഥന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം അത്രയും ഒരു പോസിറ്റീവ് ഉള്ള ഏരിയയാണ്. അപ്പൊ എല്ലാവർക്കും തൃശ്ശൂർ പൂര ആശംസകൾ നേരുന്നു. ഒരു നല്ലൊരു പൂരം ഉണ്ടാകട്ടെ എന്നും നല്ലൊരു കാലാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി തൃശ്ശൂർ പൂര ആശംസകൾ. ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ജനങ്ങൾക്ക് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.